2 ചായ. എന്താ നല്ല മുഖപരിചയം. ഞങ്ങൾ ഇവിടെ ആദ്യ ആ ഇത് നമ്മുടെ മരിച്ചുപോയ മരിച്ചുപോയി? ഞാനോ? ആ ഫോട്ടോയില് മാല ചാർത്തിയത് കണ്ടിട്ടുണ്ടല്ലോ. ഈ NCSC വന്ന മാധവ മാഷ്. അതെ. ആ നമസ്കാരം മാഷെ. നമസ്കാരം. ആരാ? നടേശൻ സാറ് പറഞ്ഞയച്ചതാ. എന്തിനാ മനസ്സിലായില്ല? മാഷിനൊന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു നടേശൻ സാറേ. ഓ, സ്കൂളിനടുത്തുള്ള ബാറ് നടേശൻ മുതലാളിയുടെ അല്ലേ? അതെ. അയാളെ ഞങ്ങൾ എന്തിനാ കാണുന്നത്? അയാൾക്കെതിരെയുള്ള പരാതിയെ കുറിച്ച് പഠിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഏത് പരാതിക്ക് ഒരു മറുവശം കാണുമല്ലോ സാറേ, അതുകൂടെ ഒന്ന് കേൾക്കണ്ടേ? ഞങ്ങൾക്ക് അതിനെ പക്ഷേ ഇദ്ദേഹം പറഞ്ഞാലും കാര്യമുണ്ട്. അവരുടെ ഭാഗം കൂടെ നമ്മൾ കേൾക്കണമല്ലോ. അതെ അതെ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട്. നടേശ മുതലാളിയുടെ ഒരേ ഒരു മകനാ ഋഷി, ഡോക്ടറാ. ഓ, എവിടെയാ പ്രാക്ടീസ് ചെയ്യുന്നത്? നമ്മുടെ തന്നെ ചെറിയൊരു സ്ഥാപനം, നടേശൻ ചാരിറ്റി ഹോസ്പിറ്റൽ. ഈ തുരുത്തിലെ ഒരേ ഒരു ക്ലിനിക്കാ. വലിയ ലാഭക്കച്ചവടമൊന്നും അല്ല. ഇവിടെ ഉള്ളവർക്ക് മരുന്നും ചികിത്സയൊക്കെ ഫ്രീയാ. നാട്ടുകാർക്കൊരു സഹായം. മുതലാളി അത്രേ കരുതിയിട്ടുള്ളൂ. ഏതാണ്ട് 25 വർഷം മുമ്പാണ് ഞാനിവിടെ വന്നത്. അന്ന് മുൾച്ചെടികളും വിഷപ്പാമ്പുകളും മാത്രമുള്ള വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു കാടായിരുന്നു ഇവിടെ. ഈ കാട് വെട്ടിത്തെളിച്ചതും കൃഷി ഇറക്കിയതുമല്ല ഞാനാ. ഞാൻ തന്നെ അതിന് പുറത്തു നിന്ന് തൊഴിലാളികളെ കൊണ്ടുവന്നത്. പിന്നീട് ഇവിടം അവരുടെ കൂടി തുരുത്തായി. ഇതിനിടയ്ക്ക് ചിലര് പുറത്തു നിന്ന് ഇവിടെ വന്ന് കള്ളവാറ്റും തുടങ്ങി. പണിക്കാരാ വാറ്റടിച്ച് ദുരന്തങ്ങളുണ്ടായി തുടങ്ങിയപ്പോഴാ അവര് നല്ല മദ്യം കഴിക്കട്ടെ എന്ന് കരുതി ഞാനിവിടെ ഒരു ബാറ് തുടങ്ങിയത്. പക്ഷെ ബാറിൽ നിന്ന് കിട്ടുന്ന കാശൊന്നും സാർ എടുക്കത്തില്ല കേട്ടോ. ഇവിടുത്തെ ജനങ്ങളുടെ ചികിത്സയും വിദ്യാഭ്യാസവും ഒക്കെ നടേശ സാറിന്റെ ദയ. ഗ്ലാസ് ഫാക്ടറി, ഫിഷിംഗ് ബോട്ട്, ഓയിൽ ഫാക്ടറി, ഹോസ്പിറ്റൽ തുടങ്ങി ഇവിടുള്ള സ്ഥാപനങ്ങളൊക്കെ ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി നടേശ സാർ തുടങ്ങിയതാ. കുറെ തൊഴിലാളികളുടെ പണി പോവും. ഇല്ലേ പണ്ടേ ഞാൻ ഈ ബാറ് പൂട്ടിയത്. അതിപ്പോ ഈ സ്കൂൾ നിൽക്കുന്ന സ്ഥലമില്ലേ, അതുപോലും 10 വർഷം മുമ്പ് വളരെ നിസ്സാര വിലയ്ക്ക് നടേശ സാർ NCSന് വിറ്റതാ. ഇവിടത്തെ കുട്ടികളും സ്കൂളിൽ പോയി പഠിക്കണം, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പൊ ഈ പരാതിക്ക് കാര്യം എന്താ? HMS സ്കൂളിൽ നടത്തിയ ചില ക്രമക്കേടുകൾ നടേശ സാറ് ചോദ്യം ചെയ്തു. അതിന്റെ ചില വ്യക്തിവൈരാഗ്യമാണെന്നേ. ഞങ്ങളേതായാലും 1-2 ദിവസം കൂടെ കാണും. വാ, ശരി മാഷെ. നടേശൻ മുതലാളി എന്ന് പറഞ്ഞാ ഈ നാട്ടുകാർക്ക് ജീവനാ. അങ്ങനെ ആ മുതലാളി തുരുത്തിനെ നോക്കുന്നത്. ആരെന്താവശ്യം പറഞ്ഞു എന്നാലും വെറും കൈയോടെ മടക്കിയേക്കില്ല. ഒരു ചായ. എന്റെ സുരു ഇയാളെ ഇതുവരെ വിടാറായില്ലേ? ഹേയ്, ഭക്ഷണം കഴിച്ചതിന്റെ കാശ് പോലും ഇതുവരെ മുതലായിട്ടില്ല. വാടക മുഴുവൻ കിട്ടണമെങ്കിലേ കുറഞ്ഞത് 6 മാസമെങ്കിലും ഇവനിങ്ങനെ പണിയെടുപ്പിക്കണം. ഇതെന്താ കഥ? ഇവരുടെ റിസോർട്ടില്ലേ 1 മാസം താമസിക്കാൻ വന്നതാ ഈ സായിപ്പ്. തിരിച്ചു പോറായപ്പോ ഈ പാവത്തിന്റെ പാസ്പോർട്ട് അടക്കം എല്ലാം ഏതോ കള്ളം കട്ടോണ്ട് പോയി. ബില്ലടയ്ക്കാൻ കാശില്ലാത്തതുകൊണ്ട് ഇപ്പൊ പണിയെടുത്ത് തീർക്കുക. എന്റെ അടിമയോ? ഒരു ബ്രിട്ടീഷുകാരനെ അടിമയാക്കി വെക്കണം എന്നുള്ള എന്റെ ജീവിതാഭിലാഷമായിരുന്നു. അതെന്താ? സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്റെ ഒരു അപ്പൂപ്പനെ പണ്ടൊരു സായിപ്പ് വെട്ടിവെച്ച് കൊന്നിട്ടുണ്ട്. അതെന്തിനാ? നിസ്സാരമായൊരു കുറ്റം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ആ സായിപ്പിന്റെ ഭാര്യ എന്റെ അപ്പൂപ്പൻ ചെറുതായിട്ടൊന്ന് റേപ്പ് ചെയ്ത് കൊന്നു. ബോണ്ടൊന്നുമല്ല സായിപ്പേ, നിങ്ങളുടെയൊക്കെ നാട്ടിൽ ബോണ്ടൊക്കെ ജനിക്കുന്നതിന് വളരെ മുന്നേ ഞങ്ങളുടെ നാട്ടിൽ ജനിച്ച ബോണ്ടയാ ബോണ്ട. ഇവിടെ താമസിക്കാൻ പറ്റിയ സ്ഥലമെല്ലാം കിട്ടുമോ? ഒരാഴ്ച വാടകയ്ക്ക് സ്ഥലമുണ്ടല്ലോ ഇവിടെ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. റിസോർട്ടാ, ചീനവല കായലോ. വേണ്ട ഭാഷ, അത് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല. ചീത്തപ്പേരാ. വാസന്തി ചേച്ചിയുടെ റിസോർട്ടിൽ താമസിച്ച എന്താ കുഴപ്പം? തീർത്തു വാസന്തി എന്താണ് നാട്ടുകാർക്ക് മുഴുവൻ അറിയാലോ. താൻ ഇതിൽ കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ചെത്തുകാരൻ വാസുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഓ, ആ പരദൂഷണം വാസുവല്ലേ? ആ, അവനെ ഞാൻ കണ്ടോളാം. വെറുതെ പറയാമാശേ. ആൺ തുണിയില്ല ജീവിക്കുന്ന ഒരു പാവൻ സ്ത്രീ വാസന്തി ചേച്ചി. നിങ്ങൾ ധൈര്യമായിട്ട് വാ. ഈ തുരുത്തി വേറെ താമസിക്കാൻ നല്ല സ്ഥലമൊന്നും കിട്ടൂല. ഹോം സ്റ്റേ ഒന്നും വെറുതെ പറയുന്നതല്ല, സ്വന്തം വീട്ടിൽ താമസിക്കുന്നതിനേക്കാളും സുഖ. എല്ലാം ഇവിടെ ലാവിഷല്ലേ. ഫിഷ്, പ്രോൺസ്, ലോബ്സ്റ്റർ. പണിവാളി ചേച്ചി കോടാലി എടുത്ത കലിപ്പാന്നാ. ഇപ്പൊ വരാവേ. അടിമേ വാടാ. അയ്യോ, ചേച്ചി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? നീ ഏത് കൊത്താഴത്ത് പോയി കിടക്കുവാ ഇതുവരെ? ചേച്ചി ചന്തയില് ഭയങ്കര തിരക്കായിരുന്നു. തിരിച്ചു വരുന്ന വഴി നമ്മുടെ സായിപ്പിന് ഒരു ബോണ്ടാ വേണമെന്ന്. ദേ, ആ എഴുത്തച്ഛ രാവിലെ മുതൽ തുടങ്ങിയ വെള്ളാടിയാ. അയാൾ ഇങ്ങനെ പോവാണെങ്കിൽ ഞാൻ അയാളെ ചവിട്ടി പുറത്താക്കും. ചേച്ചി ഒന്ന് ക്ഷമിക്ക്, അയാളുടെ കാര്യം ഞാൻ ഏറ്റു. അയ്യോ, നെഞ്ചത്ത് വിട്ടരുത്, ഞാൻ വെട്ടിക്കോളാം. അതിക്കതാ ചേച്ചി. ചേച്ചി ആരാടാ ഇവരൊക്കെ? വഴിന്ന് കിട്ടിയതാ. വാടകയ്ക്ക് മുറി അന്വേഷിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ ആരാ എന്താ ഒന്നും അറിയാതെ മുറി കൊടുക്കാൻ പറ്റത്തില്ല. വല്ല കള്ളന്മാരോ കൊലപാതകളോ ഒക്കെ ആണോന്ന് ആർക്കറിയാം? അയ്യോ, നല്ല ആൾക്കാരാ ചേച്ചി, കണ്ടറിഞ്ഞൂടെ? ചേച്ചി ശരിക്കും നോക്കി. ഈ തുരുത്തിലെ സ്കൂളും ബാറും തമ്മിലുള്ള പ്രശ്നം പഠിക്കാൻ NCSന്ന് വന്ന ഒരു അധ്യാപകനാണ് ഞാൻ.
നടേശന്റെ ബാർ പൂട്ടുവോ? അതിപ്പോ സ്കൂൾ വരെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം, എങ്കിലേ പറയാൻ പറ്റും. അവന്റെ ബാർ പൂട്ടണം. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. സുരു, ഇവർക്കുള്ള മുറി കാണിച്ചു കൊടുക്ക്. ശരി. സുരു, ആ എഴുത്തച്ഛൻ കുറെ നേരം ഓംലെറ്റ് ചോദിച്ചിട്ട് ഉണ്ടായി കൊടുത്തേക്ക്. ശരി ചേച്ചി. ആ അടിമ വിറക് വിട്ട് കഴിഞ്ഞ് ഞാൻ പറയാം. ഡീ, നീ എങ്ങോട്ടാ? എഴുത്തച്ഛന് ഓംലെറ്റ് കൊടുക്കാനായിട്ട്. നിന്നെ ഞാനിവിടെ പഠിക്കാൻ എടുത്തിട്ട് വന്നേലേടി. പഠിച്ചു കഴിഞ്ഞു ചേച്ചി. ഞാൻ ചേച്ചി ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ചു. കേറി പൊടിയകത്ത്. രണ്ടക്ഷരം പഠിച്ച് തുരുത്തി രക്ഷപ്പെടാന്നല്ല, കള്ളിന് കറിവിളന്മാരെ ഇറങ്ങിയേക്കുവാ. എടി പോവാൻ. സുരു, എന്തോ? അതെ, ഞാനിപ്പോ വരാം. ആ എഴുത്തച്ഛന് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ മൊത്തം കളിപ്പാവും. അല്ല, ഈ എഴുത്തച്ഛൻ എന്ന് പറയുമ്പോ അയ്യോ പേടിക്കണ്ട, മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനല്ല. ഇത് വെറും പീറ പൈങ്കിളി നോവലിസ്റ്റ്. തുരുത്തിന്റെ ആത്മാവ്. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ടൈറ്റിലും തലോടിക്കൊണ്ടിരുന്നോ? തുരുത്തിന്റെ ആത്മാവ് വാസന്തിയാന്ന് പറഞ്ഞ് കഥ എഴുതാൻ വേണ്ടി ഇവിടെ പൊറുതി തുടങ്ങിയിട്ട് മാസം 1 ആയി. നിങ്ങളിത് കണ്ട? വാസന്തിയുടെ കഥ പറയിക്കാൻ വേണ്ടി കൊണ്ടിരുത്തിയതാ. 2 ഫുള്ളാ തീർത്തത്. വാസു, രണ്ടാമത്തെ കുപ്പിയും തീരാറായി. പക്ഷെ ഓംലെറ്റ് വന്നില്ലല്ലോ. അയ്യോ, വരും. അതിനു മുമ്പ് ഇത് പറ. മധുര 17ന്റെ നിറവിൽ നിൽക്കുന്ന വാസന്തി, അന്തിക്കുളി കഴിഞ്ഞ് ഈറനോടെ വരുന്ന അവളുടെ നിറ സൗന്ദര്യം തെങ്ങിന്റെ മുകളിൽ നിന്ന് ആസ്വദിക്കുന്ന വാസു. എന്നിട്ട് ബാക്കി പറ. ബാക്കി പറയണ ഞാനാണ്, നീയല്ലേ? വാസുവേട്ടാ പോകല്ലേ, ഞാൻ ഇപ്പൊ വരാം. മിസ്റ്റർ വാസു, തെങ്ങിന്റെ തലപ്പിലിരുന്നിട്ട് നീ എന്താണ് കണ്ടത്? പിഴയാണെന്ന്. പിഴ. നിന്റെ അടഞ്ഞ നാവിന് ഞാൻ പിടിച്ചെടുക്കടാ. വാസന്തി പിഴയല്ലടാ. എന്താ ഇത്? ഇനി നീ എന്റെ വേലിക്കകത്ത് കാല് കുത്തിയാ വെട്ടിയറിഞ്ഞ് കാല് താത്തൂടാ. പൊന്നെ. മാറിയിരുന്നു. ഈ സമയത്ത് ചേച്ചി കാണുകളെ കണ്ട ഭ്രാന്ത. എഴുത്തച്ഛാ, എന്റെ പെങ്ങളെ, തന്റെ കൂടെ മറ്റവനെ ഇനി ഇവിടെ കണ്ട താനും തന്റെ പെമ്പറന്നവരെ പിന്നെ തുരുത്തി കാണില്ല. ആളറിയാതൊരു അബദ്ധം പറ്റിയതാ. തൊണ്ടലിന് വിരലത്തെ കുറെ ആണുങ്ങൾ എന്ത് കാണാൻ നിക്കോടി? കഥ മാറ്റണം. നായിക ശരിയല്ല, ഒരു ട്വിസ്റ്റ് അനിവാര്യമായി വന്നിരിക്കുകയാണ്. മനോഹര, മാധവ മാഷ്, കൃഷ്ണമാമ, എന്തിവിടാ? ഞങ്ങളൊരു പ്രത്യേക ആവശ്യമായിട്ട് വന്നത്. മനോഹരൻ എന്താ ഇവിടെ? ഞാൻ എന്റെ പുതിയ നോവലിന്റെ കഥ അന്വേഷിച്ചിറങ്ങിയതാ. ഓ, എന്റെ കഥ ഇങ്ങനെ യാതൊരു പുരോഗതി ഇല്ലാതെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കായിരുന്നു. ഇപ്പൊ സമാധാനമായി, നിങ്ങൾ വന്നല്ലോ. ഇനി ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആയിരിക്കും. ഞങ്ങളിവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നതല്ലോ. അയ്യോ വേണ്ട, നിങ്ങൾ ഇങ്ങനെ ചുമ്മാ വെറുതെ നടന്നാ മതിയെന്നേ. പ്രശ്നങ്ങൾ താനെ ഉണ്ടായിക്കൊള്ളും. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മാഷിന്റെ ഫാമിലിയെ പോലെ ബെസ്റ്റ് ഫാമിലി ഈ കേരളത്തിൽ വേറെ ഇല്ലല്ലോ. കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായ സ്ഥിതിക്ക് ഇനി മുതൽ നിങ്ങൾ എവിടെ പോയാലും ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ക്ഷമിക്കണം, എച്ച്.എം. മാഷിനെയും കാത്ത് രാവിലെ തൊട്ട് പുറത്ത് വെക്കായിരുന്നേ. വെയിലും ഉണ്ടതാവും, ചെറിയൊരു തലർക്കം. കുഴപ്പമൊന്നുമില്ല, ക്ഷീണമുണ്ട്, ഒന്ന് കിടന്നാ മാറിക്കോളൂ. നമ്മള് അമല എച്ച്.എമ്മിന്റെ മകളാണ്, ഇവിടെ HSC പഠിപ്പിക്കാം. കുഴപ്പമില്ല, ഞങ്ങളൊന്ന് പോയിട്ട് പിന്നെ വരാം. അയ്യോ അത് സാരമില്ല, കാര്യങ്ങളുടെ ഏകദേശ രൂപം ഞാൻ തരാം. വർഷങ്ങൾക്ക് മുമ്പ് നടേശ മുതലാളി കയ്യേറിയെടുത്ത് സ്വന്തം പേരിലാക്കിയ സർക്കാർ ഭൂമിയാണ് 13 വർഷം മുമ്പ് അയാൾ വലിയ വിലയ്ക്ക് NCS-ന് വിറ്റത്. 5 വർഷം മുമ്പ് ആ ബാർ തുടങ്ങിയത്. അന്ന് തുടങ്ങിയത് സ്കൂളിലെ പ്രശ്നങ്ങൾ. മദ്യപിച്ച് ലക്ക് കെട്ട കുടിയന്മാര് സ്കൂളിനകത്ത് കയറി കുട്ടികളെ പേടിപ്പിക്കും. രാത്രിയായ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് സ്കൂളില്. രാവിലെ വരുന്ന കുട്ടികള് മദ്യക്കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളും നീക്കം ചെയ്തിട്ടാ പഠിക്കാനിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കുന്നൊന്നും സംഭവിക്കാൻ പാടില്ല. എന്തായാലും ഈ പറഞ്ഞതൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി തരണം. ഞാൻ എന്റെ റിപ്പോർട്ടിന്റെ കൂടെ അത് NCS സമർപ്പിക്കാം. ഞങ്ങളുടെ അറിവിലുള്ള മാക്സിമം വിവരങ്ങൾ വെച്ച് ഒരു